അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് ജസ്റ്റ് ഒരു മണവാളൻ്റെ ഒരു വീഡിയോ, മണവാളൻ നമ്മുടെ ഏരിയയിൽ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതാണ്. ജസ്റ്റ് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ ഓർത്ത് വന്നതാണ് ഗൈസ്. അപ്പോൾ അതൊക്കെ പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സുള്ള എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചാൽ കൊള്ളായിരുന്നു. ബെല്ലൈക്കൻ നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, താല്പര്യമുള്ളവർക്ക് നിൽക്കാം. എന്തായാലും വീഡിയോയിലായിട്ട് കിടക്കാം. അപ്പോൾ മണവാളനെ കുറിച്ച് കുറച്ച് കുറ്റം പറയാൻ ഓർത്ത് ഞാൻ വന്നതാണ്. വേറെ ഒന്നുമല്ല ഗൈസ്, മണവാളനെ കുറിച്ച് കുറച്ച് സംഭവങ്ങൾ ഇറങ്ങിയായിരുന്നു. മുടി കട്ട് ചെയ്ത സീൻ, ആ സംഭവത്തെ കുറിച്ച് കുറേ വീഡിയോസ് ഇങ്ങനെ കണ്ട്. അപ്പോൾ എന്തായാലും പുള്ളിനെക്കാലത്തെ കുറിച്ച് ഞാനൊരു കുറ്റം പറഞ്ഞ് കളയാൻ ഓർത്ത് ഫസ്റ്റ് മണവാളാൻ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. നമ്മുടെ വണ്ടി ആക്സിഡൻറ്റ് ആ സ്ഥാനത്ത് നിന്ന് തുടങ്ങിയ സംഭവമാണ്. പിന്നെ അത് കയറി മുടി വരെ എത്തിയതാണ്. എന്തായാലും ഈ ഒരു ആക്സിഡൻറ്റിനെ കുറിച്ച് ഞാൻ ആദ്യമേ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിന് കശം പോകണമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരെയൊക്കെ വണ്ടി ഓടിപ്പിച്ച് കൊല്ലാന്ന് ഓർത്ത് കഴിഞ്ഞാൽ അതൊക്കെ ഇവരുടെ മോശമായിട്ടാണ് എനിക്കും തോന്നിയത്, എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവുന്ന കാര്യം തന്നെയാണ്. വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമായിരിക്കും, അത് നമുക്കറിയാൻ പല. എന്നാലും കാണിച്ച കുറച്ച് വിഷമമായി പോയി. അതൊക്കെ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആള് വന്ന് സറണ്ടറായി കൊടുത്തായിരുന്നു. അതിനുശേഷം സറണ്ടറായി ആള് നേരെ ജയിലിൽ എത്തി. അതിന് മുമ്പ് പറഞ്ഞ റീല്, പക്ഷെ എൻ്റെ പൊന്നെ ആ റീല് കാണുമ്പോൾ തന്നെ അറിയാം. എൻ്റെ അടിയിൽ വന്നേക്കണ കമൻ്റൊക്കെയാണ് സീനെന്ന് എനിക്ക് തോന്നുന്നത്. കമൻ്റൊന്നും ഞാൻ പിന്നെ വായിച്ചില്ല, ആൾക്കാർ മൊത്തം തെറിയാണ്. പിന്നെ വേറൊരു കമൻ്റൊക്കെ വായിച്ചായിരുന്നു, നല്ല മുടി കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ്റെ കൊണയടിയും ചിരിയും കണ്ടപ്പോൾ തന്നെ ചെറിയ വിഷമമൊന്നുമല്ല. നീ ആ വെടല ചെറുക്കൻ എന്താണ് ഭ്രാന്തെന്നാണ് ഞാൻ ആലോചിക്കണം. അല്ലെ ആവശ്യമുള്ള കാര്യമായിരുന്നു എന്ന് ആലോചിക്കണം. പിന്നെ എന്താ പറയുക, അത് കഴിഞ്ഞ് നേരെ ആൾ അകത്ത് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ മുടി മുറിച്ച സീൻ. മുടി മുറിച്ച സീനെക്കുറിച്ച് എന്താ പറയുക, പിന്നെ പോലീസുകാരുടെ ഇടയിലൊക്കെ ചെന്ന് അങ്ങനെയൊക്കെ കുറെ ആണിക്കം കാണിച്ചു കഴിഞ്ഞാൽ അവന്മാർ ഇട്ട് കൊടുക്കും. അറിയാല്ലേ, പോലീസുകാർ തീർച്ചയായും സെറ്റ് ചെയ്തിട്ടും അവന്മാർ വെട്ടിയില്ലെന്നുള്ളത്. മുടി മുറിച്ചത് ഭാഗ്യം, വേറെ വണ്ടി തന്നെ ഏറ്റവും വലിയ കാര്യം. ഇതാണ് എൻ്റെതായിട്ടുള്ള കുറ്റം. അപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം സീക്രട്ട് ഏജൻറ്റ് അയാളുടെ കുറെ കാലമായിട്ടൊരു കാര്യം പറയണമെന്നും പറഞ്ഞിരിക്കുന്നത്. കാറിൻ്റെ ഉള്ളിൽ ഇരുന്ന് കൊണയടിക്കാണ്ട് പുറത്തിറങ്ങി കൊണയടിച്ചുകൂടെ, എനിക്കത് പറയാനുണ്ട് കേട്ടാ. എന്തായാലും ഈ വീഡിയോൻ്റെ താഴെ വന്ന് കസക്കിക്കോ ഗൈസ്, അന്ന് വെച്ചാൽ പൊളിച്ചോന്ന്. അപ്പോൾ എനിക്ക് ഇത്ര പറയാനുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ബൈ.